തിരുവനന്തപുരം വർക്കലയിൽ 3 മത്സ്യത്തൊഴിലാളികൾക്ക് വെട്ടേറ്റു. 5 അംഗ സംഘമാണ് ആക്രമിച്ച അക്രമി സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. താഴെ വെട്ടൂർ ജംഗ്ഷനിൽ വൈകിട്ട് 6:30 സംഭവം. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്നു. ഹരികൃഷ്ണൻ, വെട്ടേറ്റ 3 പേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? പിന്നിൽ എന്താണ് കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്? സുഹേൽ, ഈ അക്രമത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ആക്രമിച്ചവരും അതേപോലെ തന്നെ ഈ പരിക്കേറ്റവരും പ്രദേശവാസികളാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് ഇന്ന് രാവിലെ മുതൽ ഇവർ തമ്മിൽ ചെറിയ രീതിയിൽ സംഘർഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാക്കേറ്റം ഉണ്ടായിരുന്നത് വളരെ നിസാര കാര്യങ്ങളെ പറ്റിയാണ് എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. പക്ഷേ അത് കൃത്യമായൊരു മോട്ടീവ്, ഈ അക്രമത്തിന് പിന്നിൽ കൃത്യമായൊരു മോട്ടീവ് എന്താണെന്ന് ഇതുവരെയും പോലീസ് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഇന്ന് വൈകിട്ട് 6 കൂടിയാണ് ഈ സംഭവം താഴെ വെട്ടൂർ ജംഗ്ഷനിൽ നടക്കുന്നത്. ഈ വെട്ടൂർ സ്വദേശികളായ നൌഷാദ്, അല്ലമീൻ, ഷംനാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 പേരുടെയും നില ഗുരുതരമാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഈ വാക്കേറ്റം അല്ലെങ്കിൽ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഈ വെട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി ഇതിനിടയിൽ ഇവരെ സംയമനം പാലിക്കാനായിട്ട് ആ തരത്തിൽ പിടിച്ചു മാറ്റാനൊക്കെ ചെന്നു. അയാൾക്കും ഈ തരത്തിൽ ഈ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പോലീസ് അവസാനമായി നമുക്ക് നൽകുന്ന കാര്യം, ഈ 5 അംഗ സംഘമാണ് ഇവരെ വെട്ടിയത്. ഇതിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള 3 പേരാണ്. ഈ ജവാദ്, യൂസഫ്, നൈസാം എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവർ ഈ വടിവാൾ പോലെയുള്ള വെട്ടുകത്തി പോലുള്ള എന്തോ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും എന്താണ് ഇതിന് കൃത്യമായൊരു മോട്ടീവ് എന്നറിയില്ല. പക്ഷേ നിസാരമായ കാര്യങ്ങൾ കൊണ്ട് രാവിലെ മുതൽ തന്നെ ഇവർ തമ്മിൽ സംഘർഷവും അതേപോലെ തന്നെ അസഭ്യം പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ 5 പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സുഹൈൽ, ശരി, രാവിലെ തന്നെ ഉരുണ്ടുകൂടിയ വാക്കുതർക്കമാണ് വൈകിട്ടോടെ ഇത്തരത്തിൽ ക്രൂരമായ വെട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കടക്കമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.